ഇന്ന് ആദ്യം ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നാഷണൽ പാർക്കുകളെ പാട്ടിലൂടെ പഠിച്ചെടുക്കാം. जिम कॉर्बेट उत्तराखंड, कन्हा मध्य प्रदेश, बिंदवग्राह मध्य प्रदेश, बिंदीपुर कर्नाटकम, बिन्नरघट्ट कर्नाटकम. जिम कॉर्बेट उत्तराखंड, कन्हा मध्य प्रदेश, बिंदवग्राह मध्य प्रदेश, बिंदीपुर कर्नाटकम, बिन्नरघट्ट कर्नाटकम. PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട GK ആണ് പഠിക്കുന്നത്. 10,000 GK. PSC ബുള്ളറ്റിൻ 10,000 GK ചലഞ്ച്. ഏകദേശം നമ്മൾ 4,200ഓളം ക്വസ്റ്റ്യൻസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് വേണ്ടവരുണ്ടെങ്കിൽ ഈ PSC ബുള്ളറ്റിൻ 10,000 GKയുടെ പ്ലേലിസ്റ്റ് വേണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്കിന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോയേ. 4,201, 4,200 വരെ നമ്മൾ പഠിച്ചായിരുന്നേ. ഓക്കെ, ആദ്യ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ആരാണ്? ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യത്തെ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ലൂസിയൻ ലോറങ് ആണ്. ലൂസിയൻ ലോറങ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന സമയത്തെ കരസേനാ തലവൻ ആരായിരുന്നു? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത് 1984 4 1984 സിഖ് ഭീകരരെ തുരത്താനായിട്ട് അല്ലേ? അതിൻ്റെ പേരിലാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നതൊക്കെ. അപ്പം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്തെ കരസേനാ തലവൻ ആരായിരുന്നു? അറിയാവുന്നവർ പറഞ്ഞേ, ആരാ? ജനറൽ AS ഇല്ലാണ് കേട്ടോ, AS വൈദ്യാണ്. ജനറൽ AS വൈദ്യ. കേരള മീഡിയ അക്കാഡമിയുടെ ആസ്ഥാനം? കേരള മീഡിയ അക്കാഡമി, മുമ്പ് കേരള പ്രസ് അക്കാഡമി, ഇപ്പം കേരള മീഡിയ അക്കാഡമി എന്നറിയപ്പെടുന്നു. കാക്കനാടാണ്. കാക്കനാട്. കേരള മീഡിയ അക്കാഡമിയുടെ ആസ്ഥാനം കാക്കനാട്. ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ്? ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കേളപ്പൻ അല്ലേ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജി. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ആരാണ്? ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണനാണ് ദാദാജി കൊണ്ടദേവ്. ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ? ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ? സെയിൻ നദിയുടെ തീരത്താണെന്ത്? ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത്? ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് അല്ലേ? ലോഹിത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഏത് പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛന്നനായി ഇന്ത്യയിൽ നിന്ന് കടന്നത്? മൗലവി സിയാവുദ്ദീൻ എന്ന പേരിലാണ്. ലേ മറാബിലെ എന്ന ഫ്രഞ്ച് നോവൽ, ലേ മറാബിലെ എന്ന് പറഞ്ഞാൽ പാവങ്ങൾ എന്നാണ്. പാവങ്ങൾ എന്ന കൃതിയില്ലേ, വിക്ടർ ഹ്യൂഗോ എഴുതിയത്, അതിൻ്റെ വേറെ പേരാണ് ലേ മിറാബിലെ. ലേ മിറാബിലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാ?
നാലപ്പാട്ട് നാരായണ മേനോൻ. ലേ മിറാബിലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാള വിവർത്തനം നാലപ്പാട്ട് നാരായണ മേനോനാണ്. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഇടവേള. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഇടവേള എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റ്. 12 മണിക്കൂർ 25 മിനിറ്റ്. ഏത് നദിയുടെ തീരത്താണ് കോട്ടയം? മീനച്ചിലാറിൻ്റെ തീരത്താണ്. 2 പ്രാവശ്യത്തിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം? 3 രീതിയിൽ നഷ്ടപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് നിലവിൽ വന്ന 1875. ഏത് രോഗമാണ് ലുക്കീമിയ എന്നറിയപ്പെടുന്നത്? രക്താർബുദം. ശിവസേന ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? മഹാരാഷ്ട്ര. ശിവസേന മഹാരാഷ്ട്ര. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നീ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഏത് വൻകരയിലാണ്? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നീ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അന്റാർട്ടിക്ക. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്? ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയെല്ലാം എളുപ്പമുള്ളത് കൊണ്ടാണ് അത്രയും സ്പീഡിൽ പറഞ്ഞു പോയത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എളുപ്പം പറഞ്ഞു പോകണമല്ലോ. ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രം വരച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഫ്രെസ്കോ എന്നാണ്. ഫ്രെസ്കോ ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്താണ്. യുറേനിയം കണ്ടുപിടിച്ചത് ആറ്റോമിക നമ്പർ 92. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത്. ത്രിരത്നങ്ങൾ ഏതു മതവുമായി ബന്ധം? ജൈനമതം. ജൈനമതം. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. പ്രീവിയസ് പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണല്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ്? കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് സമീപമാണ്. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിനടുത്താണ്? കൃഷ്ണരാജസാഗർ ഡാം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്താണ് വൃന്ദാവൻ ഗാർഡൻ. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചത്? ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചത്? ഗുരുവായൂര്. വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി? വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്നത് ഗോദാവരി. കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി? ജിറാഫ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം? പസഫിക്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രി ആര്? ഇമ്പോർട്ടൻ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രിയാണ് കേട്ടോ ചരൺ സിംഗ്. ചിൽഡ്രൻ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചതാരാ? ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് കാർട്ടൂണിസ്റ്റ് ശങ്കർ. ചിൽഡ്രൻ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. ഹുമയൂൺ സ്ഥാപിച്ച നഗരം? ദിൻപന. ഹുമയൂൺ സ്ഥാപിച്ച നഗരമാണ് ദിൻപന. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. രാഷ്ട്രപതി സ്ഥാനത്തോട്ട് വീണ്ടും തിരഞ്ഞെടുത്തു രാജേന്ദ്ര പ്രസാദിനെ. ശിവജി അന്തരിച്ച വർഷം 1680. ശിവജി അന്തരിച്ചത് 1680. ഹുമയൂണിനെ തോൽപ്പിച്ച അഫ്ഗാൻ യോദ്ധാവ് ആരാണ്? ഹുമയൂണിനെ തോൽപ്പിച്ചത് ആരാണ്? കനൗജ് യുദ്ധത്തിൽ 1540 കനൗജ് യുദ്ധത്തിൽ ഹുമയൂണിനെ തോൽപ്പിച്ചു ആര്? ഷേർഷാ.
1530 ചൗസ യുദ്ധം, 1539 ചൗസ യുദ്ധം, 1540 ഖനൗജ് യുദ്ധം. ഈ ഖനൗജ് യുദ്ധത്തിലാണ് ആര് ഹുമയൂണിനെ ഷേർഷാ തോൽപ്പിക്കുന്നത്. എന്നിട്ട് മുഗൾ ഭരണം പിന്നെ ഷേർഷാ ഏറ്റെടുക്കുകയല്ലേ. 1555 പിന്നെ തിരിച്ചു പിടിക്കുന്നത് അല്ലേ. ഓക്കെ. ചിരിക്കുന്ന മത്സ്യം എല്ലാവർക്കും അറിയാം, ഡോൾഫിനാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയതാരാ? 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ആരാണ്? ലാലാ ഹർദയാലാണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത്. ലാലാ ഹർദയാൽ. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡാണ്. ചിരിപ്പിക്കുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. രാഷ്ട്രീയ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവാരാ? രാഷ്ട്രീയ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ സേ തൂങ്ങാണ്. മാവോ സേ തൂങ്. രാഷ്ട്രീയ അധികാരം തോക്കിൻ കുഴലിലൂടെ. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന വർഷം 1971. കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന 1971. പിന്നെ കിഴക്കിൻ്റെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ. കിഴക്കിൻ്റെ പർദീസ ഗോവ. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ശ്രീലങ്ക. സാമ്രാജ്യത്തിൻ്റെ അതിർത്തി മധ്യേഷ്യ വരെ വ്യാപിപ്പിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? സാമ്രാജ്യത്തിൻ്റെ അതിർത്തി മധ്യേഷ്യ വരെ വ്യാപിപ്പിച്ച ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര്? കനിഷ്കനാണ്. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണം. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണമാണ് സന്തൂർ. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണമാണ് സന്തൂർ. ഇന്ത്യക്ക് വെളിയിൽ കബറടക്കപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ബാബറും ജഹാംഗീറുമാണ്. ജഹാംഗീറിൻ്റെ ലാഹോറിലാണ്. ബാബറിൻ്റെ ആണെങ്കിൽ കാബൂൾ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ. ശാസ്ത്രജ്ഞന്മാരുടെ വൻകര അന്റാർട്ടിക്ക. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് സിന്ധ് ടാക്ക് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ടാക്ക്. അത് പുറത്തിറക്കിയ നഗരമാണ് കറാച്ചി. സിന്ധ് ടാക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താ? ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് വാട്ട്. ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് വാട്ട്. രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ലിനസ് പോളിംഗ്. രസതന്ത്രത്തിനും കിട്ടി, സമാധാനത്തിനും കിട്ടിയ വ്യക്തിയാണ് ലിനസ് പോളിംഗ്. എന്നായിരുന്നു? ജലദോഷത്തിന് മരുന്ന് വൈറ്റമിൻ സി ആണ് കണ്ടുപിടിച്ചത് അല്ലേ. ജലദോഷത്തിനുള്ള മരുന്ന് വൈറ്റമിൻ സി ആണെന്ന് കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണല്ലേ. ഓക്കെ. അതെ. അടുത്തത് കാളിദാസ് സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാനമാണ്? കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? അത് മധ്യപ്രദേശാണ്. കാളിദാസ സമ്മാനം കൊടുക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് സർക്കാരാണ്. സാർവത്രിക ലായകം എല്ലാവർക്കും അറിയാം, ജലമാണ്. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. സാർക്കിൻ്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായത്, സാർക്കിൻ്റെ ആദ്യത്തെ ഉച്ചകോടിക്ക് വേദി ധാക്ക. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ഗുരു, ശ്രീനാരായണ ഗുരു. കുത്തുബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്.
ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി, 1966 ജനുവരി 11. ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇന്ത്യക്ക് വെളിയിൽ വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. സാന്താക്രൂസ് വിമാനത്താവളം എവിടെ? ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. സാന്താക്രൂസ് വിമാനത്താവളം എവിടെയാണ്? മുംബൈ. സാന്താക്രൂസ് വിമാനത്താവളം മുംബൈ. ക്യാരറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ. എയുടെ ശാസ്ത്രനാമം റെറ്റിനോൾ. ഹൈഡ്രജൻ, ഹീലിയം ഇവ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഹൈഡ്രജനും ഹീലിയം കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. കാൾമാക്സിനെ മറവ് ചെയ്ത സ്ഥലം? കാൾമാക്സിനെ മറവ് ചെയ്തത് ലണ്ടൻ. കാൾമാക്സിനെ മറവ് ചെയ്ത സ്ഥലമാണ് ലണ്ടൻ. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കീഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള ഔഷധമാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ കാവേരി നദിയിലാണ്. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ കാവേരി നദിയിലാണ്. ശിവസമുദ്രം, ശ്രീരംഗം. സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലാണ്. റോബോട്ട് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കാൾ ചെപ്പേക്ക്. റോബോട്ട് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കാൾ ചെപ്പേക്ക്. ശിവജി നടപ്പാക്കിയ പ്രധാന നികുതിയാണ് ചൗദ് സർദേശ്മുഖ്. ശിവജി നടപ്പാക്കിയ പ്രധാന നികുതികളാണ് ചൗദ് സർദേശ്മുഖ്. സാഞ്ചി സ്തൂപം അശോകനാണ് നിർമ്മിച്ചത്. സാർക്കിൻ്റെ ആസ്ഥാനമാണ് കാഠ്മണ്ഡു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം? കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചത് ഏത് വർഷമാണ്? AD 1600 നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്ത അതേ വർഷം. കുത്തുബ്ദീൻ ഐബക്കിൻ്റെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുത്തുബ്ദീൻ ഐബക്കിൻ്റെ ശവകുടീരം പോളോ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ചയാളാണ് കുത്തുബ്ദീൻ ഐബക്ക്. അതൊക്കെ പ്രീവിയസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ലാഹോറിലാണ്. ലാഹോർ. ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ആദ്യത്തെ നോവലാണ് കാസിനോ റോയൽ. ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ആദ്യ നോവൽ കാസിനോ റോയൽ. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ഇത്? പനാമ കനാൽ. പനാമ. പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ നിറം കിട്ടും. യുറേനിയം ആദ്യം കണ്ടുപിടിച്ചതാരാന്നാ പറഞ്ഞേ? മാർട്ടിൻ ക്ലാപ്രോത്താണ് യുറേനിയം വേർതിരിച്ചത്. യുറേനിയം ആദ്യമായി വേർതിരിച്ചത് യൂജിൻ പെലിഗോട്ടാണ്. യുറേനിയം വേർതിരിച്ചത് യൂജിൻ പെലിഗോട്ട്, കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത്. പ്രസിദ്ധമായ വാൾ സ്ട്രീറ്റ് ന്യൂയോർക്കിലാണ്. ആരുടെ അപരനാമമാണ് കലൈഞ്ചർ? കരുണാനിധിയുടെ. ഏറ്റവും പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ BJP അല്ലേ? ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. 1924 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് കിളിമഞ്ചാരോ, താൻസാനിയ. ഭാരത ഭവൻ എന്ന മൾട്ടി ആർട്ട് സെൻറ്റർ ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയമാണ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം. മ്യൂറൽ പഗോഡ പത്മനാഭപുരം കൊട്ടാരം, തമിഴ്നാട്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം. കരയിലെ കശേരുക്കളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയാണ് ഒട്ടകപ്പക്ഷി. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് ദേവികുളം.
ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. കേരള നിയമസഭാ സ്പീക്കർ പദവി സ്വതന്ത്ര അംഗം എന്ന നിലയിൽ വഹിച്ച ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. കേരള നിയമസഭാ സ്പീക്കർ എന്ന പദവി സ്വതന്ത്ര അംഗം എന്ന നിലയിൽ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. ഇനി എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? എത്ര വർഷത്തിലൊരിക്കലാണ്? അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. റേഡിയേഷൻ അല്ലേ? വികിരണം, സൂര്യപ്രകാശം അല്ലെ സൂര്യൻ്റെ ചൂട്, സൂര്യപ്രകാശം അല്ല, സൂര്യൻ്റെ ചൂട് എത്തുന്നത് വികിരണം വഴിയാണ്. സ്വപ്ന ശൃംഗങ്ങളുടെ നഗരം ഓക്സ്ഫോർഡ്. എത്ര വർഷത്തിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷത്തിൽ ഒരിക്കലാണ്. അപ്പം 100 ക്വസ്റ്റ്യനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.